ലോക് ഭവൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതിനാ? കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ ഒരു ഉത്തരവ് പുറത്തിറക്കിയതായിരുന്നു. പക്ഷേ ഇപ്പോൾ ലോക് ഭവൻ അത് നിഷേധിച്ചിട്ടുണ്ട്. ഈ വന്ദേ ഭാരത്തെ പറ്റി ചുറ്റിപ്പറ്റി ഇപ്പോൾ വിവാദം സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുണ്ടാകുന്നുണ്ട്. അല്ല, ഒന്നാമത്തെ കാര്യം, ഈ സർക്കാരിനൊരു നയപരമായിട്ടുള്ള ഒരു വ്യക്തതയില്ലാത്തൊരു സർക്കാരാണിപ്പോൾ പല കാര്യങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് നിയമസഭാ സമ്മേളന കാലത്ത് തന്നെ കണ്ടു. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ് നിയമസഭ നിയമം പാസ്സാക്കുക, അത് കഴിഞ്ഞിട്ട് അത് നിയമമായിട്ട് നടപ്പിലാക്കണോ വേണ്ടയോ എന്നുള്ളത് UDFൻ്റെ ഉപസമിതി ചർച്ച ചെയ്യും എന്ന് പറയുന്നത്. നിയമസഭയാണ് പരമാധികാരം. ഭരണഘടനാപരമായിട്ട് പാർലമെന്റ് ഈസ് സുപ്രീം. നിയമനിർമ്മാണ സഭകൾ അതാണ് ആത്യന്തികമായിട്ട് തീരുമാനമെടുക്കുന്ന വേദി. അവിടെ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് നിയമമായി കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ UDFൽ ചർച്ച ചെയ്ത് ഞങ്ങൾ ഉപസമിതിയെ വെച്ച് പഠിച്ച് അതിനുശേഷം ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ച് നിയമം നടപ്പിലാക്കും. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന സമീപനം അതായിരുന്നു. സർക്കാരിന് ഭരണം എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പോലും അറിയാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ആ ഭരണത്തിലിരിക്കുന്നത് എന്നുള്ള ഒരു ധാരണയുണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് ലോക് ഭവൻ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ആ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്നതിനാ? ഗവർണറുടെ അധികാരത്തിൽപ്പെടുന്നില്ല. ഗവർണർ തന്നെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള ഒരു നിർദ്ദേശവും ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താ? സർക്കാരിൽ അവരുടെ തീരുമാനങ്ങൾ എന്താണ്, അവരുടെ നിലപാടെന്താണ്? അവർക്ക് തന്നെ ഒരു വശത്ത് വന്ദേ മാതരം വേണമെന്നുണ്ട്, മറുവശത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടാവുന്നു. ഈ സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടുക എന്നുള്ളതാണോ അവരുടെ തീരുമാനം എന്ന് അവരാണ് വ്യക്തമാക്കുന്നത്. ചീഫ് സെക്രട്ടറി അങ്ങനെ സർക്കാർ ഒരു വിശദമായി ഇതെങ്ങനെ നടപ്പിലാക്കണം അല്ലെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ ഇറക്കിയിട്ടുണ്ട്. 6-ാം തീയതിയാണ് ഒരു ഉത്തരവ് വരുന്നത്. അപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് എന്തെങ്കിലും ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ എന്ത് താല്പര്യം ഉണ്ടാവണം? ചീഫ് സെക്രട്ടറി സർക്കാരിൻ്റെ നയങ്ങളിൽ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനാണ്. അതിനപ്പുറത്ത് ചീഫ് സെക്രട്ടറിക്ക് വേറെ ഒരു റോളും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിയമങ്ങൾ, നാട്ടിലെ നിയമങ്ങൾ എന്താണ്, ആ നിയമം അനുസരിച്ച് ചീഫ് സെക്രട്ടറി പ്രവർത്തിക്കുമ്പോൾ മന്ത്രിമാർ അവരുടെ രാഷ്ട്രീയ താല്പര്യവും അനുസരിച്ച് അവരുടെ പ്രതികരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറി നടപ്പിലാക്കുന്നത് നാട്ടിലെ നിയമമാണ്. കാരണം ഇന്ത്യൻ പാർലമെൻറ്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു നിയമം, ആ നിയമം ചീഫ് സെക്രട്ടറിക്ക് നടപ്പിലാക്കാതിരിക്കാൻ കഴിയും? അതിനെതിരായിട്ട് പ്രസ്താവന നടത്തുന്ന ആളുകൾ അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള അജ്ഞതയും ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാനുള്ള വൈമുഖ്യവും അതാണ് അവർ കാണിക്കുന്നത്.